ഇന്നത്തേത് ദൃശ്യം കാണാൻ പോയൊരു കഥയാണേ. ദൃശ്യം എന്നത് എന്നെ സംബന്ധിച്ചത് ഒരു സിനിമ മാത്രമല്ല, ഒരുപാട് ഓർമ്മകളും കൂടിയാണ്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പം നമ്മളും സഞ്ചരിച്ചത് 13 വർഷമാണ്. ദൃശ്യം 1 കാണുമ്പോൾ ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. 2 എത്തിയപ്പോൾ ഞാൻ കോളേജിലായി. 3 എത്തിയപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ജോലിയുമായി. 1 കാണാൻ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയായിരുന്നു പോയത്. അന്ന് തിയേറ്ററിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ ഞങ്ങളുടെ കാർ അതിനുള്ളിലായി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ ഷോ കഴിയുന്നത് വരെ അവിടെ നിന്ന് പിന്നെ കാറും എടുത്താണ് പോരുന്നത്. ഞങ്ങൾ നടന്നേ പോരുന്നു. പിന്നെ അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ പോയി ആ പടം കാണുകയും ചെയ്തു. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമയാണ് ദൃശ്യം. അച്ഛൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ദൃശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ 3 കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ദൃശ്യം 3 അച്ഛനെ ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ്. സിനിമ തുടങ്ങുന്നതിന് മുന്നേ 1ന്റെയും 2ന്റെയും കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിനെന്തോ ഭയങ്കര ഒരു വിഷമമാണോ സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. കാര്യം ഒരുപാട് ഓർമ്മകൾ. കാര്യം 1ഉം 2ഉം കണ്ടത് ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ 3 കാണാനിരിക്കുമ്പോൾ അച്ഛനും അമ്മയും നാട്ടിലാണ്. അങ്ങനെ എന്തൊക്കെയോ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ തന്നെയാണ് സിനിമയുടെ ബാക്ക്ബോൺ. ലാലേട്ടൻ്റെ ഒരു 1 മാൻ ഷോയാണ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നത്. പുള്ളി അനുഭവിക്കുന്ന ട്രോമ, മാനസിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. എനിക്ക് തന്മാത്രയിലെ ലാലേട്ടനെയൊക്കെ എവിടെയൊക്കെയോ ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്ന പോലെ തോന്നി. പിന്നെ സിനിമയെല്ലാം കണ്ടതിന് ശേഷം പുറത്തുനിന്നൊരു ലഞ്ച്, അത് മാൻഡേറ്ററി ആണല്ലോ. പിന്നെ ഞങ്ങൾ നല്ല ഫുഡെല്ലാം കഴിച്ച് അവർ തിരിച്ച് വീട്ടിലേക്കും പോയി, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്കും പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.